ആണോ മോളെ? അയ്യോ, കേട്ടപ്പോ അമ്മയ്ക്ക് സന്തോഷായി. മോളെ ശ്രദ്ധിക്കണേ, സ്റ്റെപ്പ് കയറരുത്, തുണി അലക്കരുത്, ശരീരം ഒഴുകിട്ട് ഒരു പണിയും ചെയ്യരുതേ. പിന്നെ നിന്റെ ഭർത്താവിനോട് പ്രത്യേകം പറയണേ, നിന്റെ അമ്മായിയമ്മനെ കൊണ്ട് എല്ലാ പണിയും വീട്ടിൽ ചെയ്യാൻ. ആദ്യത്തെ പോലെ കയ്യും കെട്ടി നോക്കിയിരിക്കരുത് എന്ന്. കാരണം മോൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണിത്. മോൾക്ക് ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? ആണോ? അന്ന് അതെല്ലാം വാങ്ങിച്ച് 2 ദിവസത്തിനുള്ളിൽ അമ്മ അവിടെ എത്തേ. ആ ശരി മോളെ, എന്നാ മൊബൈലിൽ കൂടുതൽ സംസാരിക്കണ്ട, കുഞ്ഞിന് കേടാ. ആ ശരി ശരി. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആരായിരുന്നു ഫോണില്? ആര്? നമ്മുടെ ശ്രുതി മോള്. അല്ലാതെ പിന്നെ ആരാ? മോൾക്ക് വിശേഷമുണ്ട്. നമ്മൾക്ക് 2 ദിവസത്തിനുള്ളിൽ അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകണേ മോനെ. നല്ല കാര്യല്ലേ അമ്മ, അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളുമായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അതിനിപ്പോ എന്താ? ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു മോനെ. ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ എത്ര മാസമായി കാത്തിരിക്കുന്നു. പിന്നെ അമ്മേന്റെ വേറൊരു പ്രാർത്ഥന കൂടെ ദൈവം കേട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഒരു വിശേഷം. ഇവിടെ എന്ത് വിശേഷം? അമ്മ, ദിവ്യക്ക് വിശേഷമുണ്ട്. ഞങ്ങൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി. എന്ത് ടെസ്റ്റ്? നിങ്ങൾ എന്താ ഡോക്ടറെ കാണിച്ചോ? ഡോക്ടറെ കാണിച്ചില്ല, പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കി. അതിൽ പോസിറ്റീവ് റിസൾട്ട്. അത് കാര്യാക്കണ്ട, അതിൽ പല തെറ്റും വരും. ഇതിപ്പോ എന്താ, പീരിയഡ്സ് 10 15 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വൈകുമ്പോഴേക്കും ഗർഭിണി എന്ന് പറഞ്ഞ് നടന്നോ? 10-15 ദിവസം അല്ലമ്മേ, ഏതാണ്ട് 1 മാസമായി. അങ്ങനെയൊക്കെ വൈകലുണ്ട്. ഇപ്പൊ ശ്രുതി മോൾക്കാണ് ചിലപ്പോ 1.5 മാസം ഒന്നും ആവില്ല. ഇത് കാലാവസ്ഥന്റെ എന്തോ ഒരു കുഴപ്പമാണ്. നീ ശരീരം ഇളകിയിട്ട് ഒന്ന് പണിയെടുക്കാൻ നോക്ക്, എല്ലാം ശരിയാവും. അത്രേ ഉള്ളൂ. നീ എന്തൊക്കെ ചെയ്യുന്നത്? അവളെവിടെ? അവള് കിടക്കാമേ, അവൾക്ക് തീരെ വയ്യാന്ന്. എന്ത് വയ്യായക? ഗർഭിണി തന്നെയല്ലേ? അത് വേറെ അസുഖമൊന്നുമില്ലല്ലോ. നീ അവളോട് ഒന്ന് പണിയെടുക്കാൻ പറയേ. അതല്ലമ്മേ, അത് രാവിലത്തെ ഒരു പ്രശ്നമാണ്. കുറച്ച് കഴിഞ്ഞ് അവൾ അങ്ങോട്ട് വന്നോളൂ. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, അവള് എഴുന്നേറ്റ് ഛർദ്ദിച്ചോണ്ടിരിക്കായിരുന്നു. ആ ക്ഷീണത്തിൽ കിടക്കുന്നതാ. ഈ ഛർദി ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉള്ളത് തന്നെ, അല്ലാതെ നിന്റെ ഭാര്യയ്ക്ക് മാത്രമല്ല. എന്ന് വെച്ച് ഈ ദിവസം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയാലോ? ഈ 9 മാസം കിടക്കാൻ തന്നെയാണോ തീരുമാനം? അങ്ങനെ അല്ലല്ലോ അമ്മേ. ഈ 2-3 ദിവസം എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അത് നമ്മളല്ലേ മനസ്സിലാക്കേണ്ടത്. എന്ത് മനസ്സിലാക്കാനാ നീ പറയുന്നത്? ഇങ്ങനെ കിടന്ന് ശീലിച്ചിട്ടുണ്ടെങ്കിലേ അങ്ങനെ തന്നെ ആയി പോകില്ലേ? പിന്നെ മടി പിടിച്ചു പോകും. ഈ കയ്യും കാലും വേദനിച്ചിട്ട് മനുഷ്യരൊന്നും ചെയ്യാൻ വയ്യ. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? അവളോട് എണീറ്റ് അടുക്കളേക്ക് വരാൻ പറ. എന്താ അമ്മേ? ആ ഇപ്പൊ വന്നല്ലോ. ഈ വയ്യാത്താണ് എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നത്. പറയേണ്ട പോലെ പറഞ്ഞാൽ വരും, അല്ലാണ്ട് കണ്ണേ പൊന്നേ പറഞ്ഞത് ഇവളോട് നടക്കില്ല. അമ്മ, എനിക്ക് ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കിടന്നത്, അല്ലാണ്ട് വെറുതെ പോയി കിടന്നല്ല. ഈ സമയത്ത് എല്ലാവർക്കും ഉണ്ടാവും തന്നെ, അല്ലാണ്ട് നിനക്ക് മാത്രമൊന്നുമല്ല. അടുക്കളയിൽ കയറി ചോറ്റിന് വെള്ളം വെക്കാൻ നോക്ക്. ഒരു ലോഡ് തുണി കിടക്കണം അലക്കാൻ. ഇതൊക്കെ ആരലക്കെന്ന് പറഞ്ഞിട്ടാ? പോയത് മുഴുവൻ ഒന്ന് അലക്കിയിട്. അത് കഴിഞ്ഞിട്ട് നിലമൊക്കെ ഒന്ന് അടിച്ചു വരെ നല്ല വൃത്തിക്ക് തുടക്കി. അപ്പോഴത്തേക്ക് നിന്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറും. അമ്മ, തൽക്കാലം അവളെയും കൊണ്ട് പണി നടപ്പിക്കാൻ നിൽക്കണ്ട. ഇത്ര ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണോ അവൾ ഇതൊക്കെ ചെയ്യേണ്ടത്? ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഇന്നൊരു ദിവസം ലീവ് എടുക്കണമെന്നല്ലേ ഉള്ളൂ. ലീവ് എടുത്ത് നീ വീട്ടുപണി ചെയ്യാതിരിക്കേണ്ട സമയമാണോ ഇത്? മരുന്നിന് സ്കാനിങ്ങിന് കൊണ്ട് പൈസ എത്ര നിന്റെ കയ്യിൽ ചെലവാകുന്നത്? നീ ജോലിക്ക് പോകാൻ നോക്ക്. ഇതാ ഞാനൊരു കാര്യം പറയാ. ഇല്ലാത്തോരോ വയ്യാകി അഭിനയിച്ച് കിടന്നിട്ടേ എന്റെ മോന്റെ ജോലി കളയാൻ നോക്കരുത്. നീ അമ്മ പറഞ്ഞ് കാര്യമാക്കൊന്നും വേണ്ട. ഞാനൊന്ന് ലീവ് എടുക്കാം. അതൊന്നും വേണ്ട, ഏട്ടൻ ജോലിക്ക് വയ്ക്കോ. അമ്മ പറഞ്ഞതന്നെ ശരി, ഒരുപാട് ചെലവൊക്കെ വരാനുള്ളതല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അത്രേ ഉള്ളൂ. ആ മോളെ, നീ വിളിക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു. ചെക്കപ്പ് കഴിഞ്ഞ് വന്നോ? ഡോക്ടർ എന്ത് പറഞ്ഞ? ഓ, ഇത്രയും നേരം മനസ്സിൽ തീയായിരുന്നു. ഇപ്പോഴൊന്ന് സമാധാനമായത്. പിന്നെ നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ മോളെ. രാവിലെയും വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കണം. ഫ്രൂട്ട്സ് നല്ലപോലെ കഴിച്ചോ. നല്ലപോലെ കഴുകിട്ട് വേണേ കഴിക്കണെങ്ങേ. സംസാരത്തിൽ മോൾക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ. കുറച്ചു നേരം പോയി കിടന്നോ. ഈ സമയത്ത് റെസ്റ്റ് ഒക്കെ വേണം. ആ ശരിയാ, നമ്മ പിന്നെ വിളിക്കാം. ശരി.
നിന്നെ കാണുമ്പോ തീറ്റയാണെന്ന് എനിക്ക് പരിപാടി. ആ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് മുഴുവൻ അങ്ങ് തീർത്തോ? അതമ്മ എനിക്ക് വിശന്നിട്ടാ. എന്നും വെച്ച് വാരി വലിച്ച് കഴിക്കണ്ട, അരക്കഷ്ണം വെച്ച് കഴിക്ക്. ഷുഗർ എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് പൈസ ചെലവാക്കേണ്ടി വരും. ഇന്ന് ചെക്കപ്പിന് പോയപ്പോ ഡോക്ടർ പറഞ്ഞത് കുറെ ഫ്രൂട്ട്സും പാലും ഒക്കെ കഴിക്കണമെന്നാ. ഏതൊക്കെയോ വൈറ്റമിൻസിന്റെ കുറവുണ്ടെന്നാ പറഞ്ഞേ. ഡോക്ടർമാർ അങ്ങനെ പലതും പറയും. അത് പറഞ്ഞിട്ടേ ഇന്ന് വരെ ഭക്ഷണം കാണാത്ത പോലെ വാരി വലിച്ചങ്ങ് തിന്നണ്ട. അല്ല ഗ്യാസോ വയറുവേദന എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലേ അതും അത് പിന്നെ അവന് എന്റെ ഭാര്യയ്ക്ക് എന്തോ പറ്റിയ വർഷം നടക്കാൻ. 2-3 ദിവസം മുമ്പ് സ്കാനിങ്ങിന് പോയപ്പോഴും ഡോക്ടർ തന്നെയല്ലേ അമ്മ പറഞ്ഞത്, ഈ ഫ്രൂട്ട്സും പാലൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, ഇതൊക്കെ കഴിക്കേണ്ട അത്യാവശ്യമാണ് ഈ സമയത്ത്. ഈ സ്കാനിങ് ഒക്കെ എപ്പോഴാ വന്നത്? ഞങ്ങളുടെ കാലത്ത് എന്താന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഈ പഴങ്ങളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. കുറെ ചോറ് മാത്രം കഴിക്കും. എന്നിട്ട് എന്താ ഞങ്ങളൊന്നും പ്രസവിച്ചില്ലേ? മതി കഴിച്ചത് ഇങ്ങ് എടുത്തു വെക്ക്, നാളെയും കഴിക്കാലോ. അവന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ഇതിന് മാത്രം തികയും. ഇതെന്ത് തീറ്റയത്? മോനെ ഒരു 5 മിനിറ്റ് നിൽക്ക്, അമ്മ സാരി മാറ്റിയിട്ട് വരാം. ഇവിടെ പണിയെടുത്ത് ഒന്നിനും സമയം കിട്ടുന്നില്ല മനുഷ്യന്. അതിന് അമ്മ എങ്ങോട്ടേ പോകുന്നത് രാവിലെ തന്നെ? എങ്ങോട്ടാണെന്നോ? നല്ല കാര്യായി, എനിക്ക് എന്റെ മോളെ കാണണ്ടേ. എത്ര ദിവസം എന്നറിയാം എന്റെ മോളെ ഞാൻ കണ്ടിട്ട്. ഇവളെ എടുത്ത് കാരണം എനിക്ക് എങ്ങോട്ടും പോകാൻ വഴിയുണ്ടോ? നീ എന്തായാലും ഇപ്പൊ അവിടെ നിൽക്ക്, ഞാൻ വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. എന്നെ അവിടെ കൊണ്ട് വിട്ടിട്ട് നീ ഓഫീസിലേക്ക് വയ്ക്കും. എന്താ അമ്മ പറയുന്നത്? അമ്മ അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആരുള്ളത് ഇവള് നോക്കാൻ? നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ ഒരു കാര്യം ചെയ്യണ്ട, എനിക്ക് എന്റെ മോളെ കാണാൻ പോകണ്ട. അമ്മേ അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എല്ലാരും കൂടെ അവളെ വീട്ടിൽ ചെന്ന് അവളെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ഈ ആഴ്ചയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന എങ്ങനെയാ ശരിയാവുക? അവളെ പോലെ ഒരാൾ തന്നെയല്ലേ ഇവിടെ ഉള്ളത്, അതമ്മ മനസ്സിലാക്കണ്ടേ? ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോവുക? ഞാൻ അവിടെ 2-3 മാസം നിൽക്കേണ്ടതാ. ഒരു നിവർത്തില്ലാതെ എപ്പോഴും ഞാൻ ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമ്മ ഈ വരുന്ന ഞായറാഴ്ച വരെ ഒന്ന് ഇവിടെ നിൽക്ക്. ഞായറാഴ്ച എനിക്ക് ലീവാണല്ലോ, അന്ന് അമ്മ അങ്ങോട്ട് പോയിക്കോ. പിന്നെ ഞാൻ ഞായറാഴ്ച ഇവിടെ നിൽക്കുകയല്ലേ. ഇന്നലെ എന്റെ കുട്ടി വിളിച്ചു പോയിട്ട് സൗണ്ടിൽ എന്തോ ഒരു മാറ്റം. എന്നെ കാണാതെ എന്റെ മോൾക്ക് നല്ല വിഷമോട്ട് തോന്നുന്നു. നീ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് ഇന്ന് തന്നെ പോകണം. ഞാൻ 2-3 ദിവസം കണ്ടിട്ട് വരാം. 24 മണിക്കൂർ നിന്റെ ഭാര്യയെ കാവൽ വെക്കില്ല. എന്ത് പണി? എന്നാ പിന്നെ കാര്യം ചെയ്യാം, ഞാൻ ഓഫീസ് പോയിട്ട് ലീവ് എടുത്ത് വീട്ടിലിരിക്കാം. അമ്മ അവള് വീട്ടിൽ പോയിക്കോ, ഞാൻ രാജേഷ് ഓട്ടോ വിളിച്ചാൽ അമ്മയ്ക്ക്. നീ ലീവ് എടുത്തിരുന്നോ? ശ്രുതി കൊണ്ട് പ്രസവം വരുമ്പോഴേ 5 പൈസ കയ്യില്ലാണ്ടിരിക്കേണ്ടി വരും. നിന്റെ ഭാര്യനെ പോലെയല്ല അവര്, നല്ല തറവാട്ടുകാരാ, അതിനനുസരിച്ച് നടത്തണം. ഇവളടുത്ത് കാരണം എനിക്ക് എങ്ങോട്ടും പോകാൻ വഴിയില്ല. ഇനിയിപ്പോ ഇതിനു വേണ്ടി നീ ഇതിന്റെ ജോലിയൊന്നും കളഞ്ഞിരിക്കണ്ട. ഞാൻ എന്റെ മോളടുത്ത് പോകാതിരുന്നാ പോരെ. നിന്റെ ഭാര്യന്റെ കാര്യം നോക്കി ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. എന്റെ ഒരു ഗതികേടേ. ഗർഭിണിയായ മകൾക്ക് എല്ലാ സന്തോഷവും വേണമെന്ന് ആഗ്രഹിക്കുകയും അതേസമയം മകന്റെ ഭാര്യ ഗർഭിണിയായാൽ അവൾക്ക് ഈ ഒരു സന്തോഷവും കിട്ടരുതെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഈ അമ്മമാർ, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാതെ അവരെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ ചുറ്റുമുണ്ട്. അതേസമയം ഇതുപോലെയും ചിലരില്ലേ, സ്വന്തം മകൾ ഗർഭിണിയാകുമ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും വേണം, എല്ലാ സന്തോഷവും വേണം എന്ന് ആഗ്രഹിക്കുകയും അതേസമയം മരുമകൾ ഗർഭിണിയാകുമ്പോൾ അവൾക്ക് ഒരു സന്തോഷവും കിട്ടരുത് എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നവർ, തന്റെ മകന്റെ കുഞ്ഞിനാണ് മരുമകൾ ജന്മം കൊടുക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിവുള്ള ഒരമ്മമാരും ഒരു മരുമകളോടും ഇങ്ങനെ ചെയ്യില്ല.